ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. യേശുവേ നന്ദി നന്ദി. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന നിമിഷങ്ങളിൽ കർത്താവിൻ്റെ അഭിഷിക്തരുടെ മേൽ കൈതൊട്ടു പോകരുത്, അവരെ ഉപദ്രവിക്കരുത്. അവരെന്തെങ്കിലും അറിയാതെയോ ചെയ്ത പാപങ്ങൾക്ക് അപരാധങ്ങൾക്ക് നാം ഓരോരുത്തരും ത്യാഗം ചെയ്ത് പരിഹാരം ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു പോയിന്റ് ഫിംഗർ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ ഫിംഗേഴ്സും നമ്മളെ തന്നെയാണ് പോയിന്റ് ചെയ്യുന്നത്. ആയതിനാൽ ഒരാളെ പോലും വിധിക്കാതെ വിധിക്ക് വിധേയനാകാതിരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ കൂടെ ഒട്ടിച്ചേർന്ന് നിൽക്കാൻ കർത്താവ് അഭിഷേകത്തിൻ്റെ തൈലം ലോകമെമ്പാടും സിസ്റ്റർ കാർമലിൻ്റെ എല്ലാ വീഡിയോസിലൂടെ കടന്നു വരട്ടെ. പരിശുദ്ധിയുടെ ആത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ് സിസ്റ്ററിലൂടെ ലോകമെമ്പാടും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആത്മീയ ഗുരുവായ സിസ്റ്റർ കാർമലിനെ ആത്മീയമായും മാനസികമായും ശാരീരികമായും എല്ലാ തലങ്ങളിലെ ആരോഗ്യവും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണമേ. എല്ലാ പ്രേക്ഷകരെയും കാർമൽ റുവാ മിനിസ്ട്രി യൂട്യൂബ് ചാനലുള്ള എല്ലാ വ്യൂവേഴ്സിൻ്റെയും നിർമ്മലമായ ആഗ്രഹങ്ങൾ പരിശുദ്ധാത്മാവ് സാധിച്ചു കൊടുക്കട്ടെ എന്ന് കാഴ്ചവെക്കുന്നു. കാർമൽ റുവാ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ തിരുരക്തക്കടലിൽ മുക്കി വെക്കണമേ. സിസ്റ്റർ കാർമലിൻ്റെ എല്ലാ തരത്തിലും യോഗങ്ങളെയും പരിശുദ്ധാത്മാവ് എല്ലാ വീഡിയോസിനെയും എല്ലാ ധ്യാനങ്ങളെയും തൊഴിൽപാടത്തുണ്ടാവുന്ന ധ്യാനങ്ങളെയും വേളാപുണ്യുണ്ടാവുന്ന എല്ലാ ധ്യാനങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ധാരാളം മക്കളെ ധ്യാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും പാപബോധവും പശ്ചാത്താപവും മാനസാന്തരം നൽകി വിശുദ്ധി കൊണ്ട് നിറയ്ക്കാനും പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്തിരിക്കുന്നതിന് നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ ഇറങ്ങി വന്ന് ലോകത്തിന് പാപബോധവും പശ്ചാത്താപവും മാനസാന്തരവും നൽകി എല്ലാ യുവതിവാക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. തെറ്റായ പ്രേമബന്ധനങ്ങളിലും ദുഷിച്ച കൂട്ടുകെട്ടുകളിലും അകപ്പെട്ട് കഴിയുന്ന നമ്മുടെ മക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. സാത്താനിക് സേവയിലൂടെയും സാത്താനിക് സഭകളിൽ ചേർന്നുകൊണ്ടും ബ്ലാക്ക് മാസിന് പോകുന്ന ഹൊറർ ഫിലിം ഉണ്ടാക്കുന്ന എല്ലാ മക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അവരെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും ഹൊറർ ഫിലിമിനെ അഭിനയിപ്പിക്കുന്ന മക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ തെറ്റായ ദുഷിച്ച കൂട്ടുകെട്ടിൽ പെട്ടുപോകുന്ന നിമിഷങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. വില കുടിച്ച മദ്യം വാങ്ങി മദ്യപിക്കുന്ന കലഹിക്കുന്ന കുടുംബങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിളമ്പുന്ന എല്ലാ ധനവാന്മാരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ധനമില്ലാതെ തന്നെ മദ്യത്തിന് പിന്നാലെ, മയക്കുമരുന്നിന്റെ പിന്നാലെ, സെക്സിന്റെ പിന്നാലെ, വ്യഭിചാരത്തിന് പിന്നാലെ പോകുന്ന പ്രോസ്റ്റിറ്റ്യൂട്ട് ഹോംസിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. മാനസാന്തരം നൽകണമേ കർത്താവേ, അവർക്ക് പാപബോധം നൽകണേ. പ്രീ മാരിറ്റൽ സെക്സ് എന്ന് പറയുന്നത് ഒരു ഹരമായി തീർന്നിരിക്കുകയാണ്. എവിടെ സ്പർശിക്കണമെന്നും അൺക്ലീൻ ടച്ച് എന്താണെന്ന് പോലും മാതാപിതാക്കളെ കുട്ടികളെ പഠിപ്പിക്കാത്ത കാലഘട്ടം. തെറ്റായ രീതിയിൽ നടക്കുന്ന മക്കളെ ശിക്ഷണം കൊടുത്ത് ശാസിച്ച് വളർത്താത്ത മാതാപിതാക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ശാസിക്കാതെ അമിതമായി ലാളിക്കുമ്പോൾ വഴിതെറ്റി പോകുന്ന ദുശ്ശാഠികായ മക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. മക്കളെ പിതാവ് തല്ലണ സമയത്ത് വഴിതെറ്റി പോകും എന്ന് പറഞ്ഞ് അമ്മമാരെ ചീത്ത പറയുന്ന സമയങ്ങൾ, അമ്മമാര് ശാസിക്കുന്ന സമയത്ത് മക്കള് പോയി ചവിട്ടുന്ന മക്കളെ അമ്മമാരെ സമർപ്പിക്കുന്നു. പുറം മുഴുവൻ ചവിട്ടിയുണ്ടാക്കി വ്രണങ്ങളാക്കി കൊലപാതകം ചെയ്യുന്ന മാതാപിതാക്കളെ കൊല്ലുന്ന മക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഒരു വാക്ക് മതി ജീവൻ ഉണ്ടാവാൻ, ഒരു വാക്ക് മതി മരണമുണ്ടാവാൻ. ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക്, സൈലന്റ് അറ്റാക്ക് കൂടി വരുന്ന കാലഘട്ടം. ഒരു വാക്ക് മതി ഒരു മരണത്തിലേക്ക് നയിക്കാൻ, ഒരു വാക്ക് മതി ഒരു ആത്മഹത്യയ്ക്ക് പ്രവർത്തിക്കാൻ. ആത്മഹത്യ പ്രവണത കൂടി വരുന്ന കാലഘട്ടം. കൂട്ടക്കൊല, കൂട്ട ആത്മഹത്യ, കൂട്ട ഭ്രൂണഹത്യ നടത്തുന്ന കാലഘട്ടം. മാതാപിതാക്കളെ വൃദ്ധരെ മേഴ്സി കില്ലിംഗ് ചെയ്യുന്ന കാലഘട്ടം. കർത്താവെ കനിയണമേ, കർത്താവെ പൊറുക്കണമേ. ലോകം മുഴുവനും ലോകത്തിനുള്ള മൈത്രി, കർത്താവിനോടുള്ള ശത്രുതയത്തിലെ ലൗകികതയിൽ മുഴുകി ജീവിത വ്യഗ്രത, മദ്യപാനം, മയക്കുമരുന്നിന് പിന്നാലെ പോകുന്ന മക്കളെ കർത്താവെ കനിയണമേ. കർത്താവെ, ഭ്രൂണഹത്യ ഒരു പാപമല്ല എന്ന് പറഞ്ഞ് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ഭ്രൂണഹത്യയുടെ രഹസ്യ ക്ലിനിക്കുകളിൽ ചേർന്ന് ഒരു മിനിറ്റ് കൊണ്ട്
കൊണ്ട് ഒരു ഭ്രൂണഹത്യ, ഒരു മിനിറ്റ് കൊണ്ട് 9 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കൊല്ലാൻ പാപമല്ല. ഭ്രൂണത്തിന്റെ അകത്തായിരിക്കുമ്പോൾ പുറത്ത് വന്ന അതിന് മർഡർ അല്ലെങ്കിൽ കൊലപാതകം, വധശിക്ഷയ്ക്ക് കൊടുക്കുമ്പോൾ 9-ാം മാസത്തിലും കൊലപാതകം ഉള്ളിലുള്ള കുട്ടികൾക്ക് ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത കാലഘട്ടം, ഭാര്യ ഭർത്താക്കന്മാർ വേർതിരിഞ്ഞു പോകുന്ന കാലഘട്ടം, പവിത്രതയുള്ള ദാമ്പത്യം പുലർത്താത്ത കാലഘട്ടം, ഒരു കട്ടിൽ തന്നെ കിടക്കുമ്പോൾ പലരുടെ പിന്നാലെ പോകുന്ന മൊബൈലിൽ രഹസ്യമായും പരസ്യമായും മൊബൈൽ അഡിക്ഷനിലൂടെ പോർണോഗ്രഫിക് സൈറ്റ്സ്, പാപത്തിന്റെ മ്ലേച്ഛത കണ്ടുകൊണ്ടിരിക്കുന്ന രാത്രിയുടെ യാമങ്ങളിലെ മൊബൈൽ അശ്ലീല ചിത്രങ്ങൾ കണ്ട്, അശ്ലീല ഡ്രാമകൾ കണ്ട്, ഡേറ്റിംഗ് മുതലായ പബ്ബിലുള്ള ഡാൻസ് പാർട്ടി, DJ പാർട്ടികൾ വളർന്നു വരുന്ന ഈ കൊച്ചു കേരളം, ഈ ലോകം മുഴുവൻ മാലിന്യം കൊണ്ട് 6-ാം പ്രമാണ ലംഘനവും 1-ാം പ്രമാണ ലംഘനവും വളരെയധികം പൂർണ്ണതയിൽ എത്തിക്കുന്ന കാലഘട്ടം, ഒരു വിപ്രവാസത്തിലേക്ക് പോകുന്ന കാലഘട്ടം. ലോകം മുഴുവൻ യുദ്ധത്തിന്റെ പ്രിയരായ മക്കളെ ചിതറിച്ച് കളയണം കർത്താവേ. തിരുസഭയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. തിരുസഭയെ അധിപനായ നമ്മുടെ ലിയോ മാർപ്പാപ്പയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ലിയോ മാർപ്പാപ്പ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ച് പരിശുദ്ധാത്മാവിലൂടെ സഭയെ പടുത്തുയർത്താൻ ശക്തി, അത്യുന്നത ശക്തി കൊണ്ട് സഭ നിറയട്ടെ. ഒരു പുതിയ പെന്തക്കോസ്ത് സഭയിൽ ഉണ്ടാകട്ടെ. എല്ലാ നിമിഷവും സഭയിൽ നവീകരണങ്ങൾ ഉണ്ടാകട്ടെ. സഭയിലുണ്ടാകുന്ന വെല്ലുവിളികളെ പുറത്തുണ്ടാകുന്ന യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാ കർത്താവിന്റെ കുരിശ്, ഇതാ കർത്താവിന്റെ കുരിശ്. നരകശക്തികളെ ഓടിപ്പോകുവിൻ, നരകശക്തികളെ ഓടിപ്പോകുവിൻ. കരയാതിരിക്കൂ, കരയാതിരിക്കൂ. യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും, യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും, ദാവീദിന്റെ വേരുമായവൻ, ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. വെളിപാട് 5:5, ലൂക്ക 18:27. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ലൂക്ക 1:37. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. സ്തുതിക്കാം യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. Hallelujah. പലകരം ഉയർത്തി എല്ലാവരും praise the Lord. Hallelujah. കൈകൾ വീശിക്കൊണ്ട് praise the Lord. Hallelujah. കൈകൾ കൂപ്പിക്കൊണ്ട് praise the Lord. Hallelujah. പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്റെ മുൻപിലാണ് നാം ഇപ്പോൾ. നാളെ സിസ്റ്റിന് ഒരു പ്രത്യേക ഇന്ത്യക്കുള്ളിൽ ഒരു ധ്യാനമുള്ളതുകൊണ്ട് ഇന്ന് വ്യാഴാഴ്ച നമ്മൾ ഈ ലൈവിലൂടെ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനങ്ങൾ 118:8 മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ്. ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്താശരായത്? ഈ ഒരു വലിയ അഭിഷേകത്തിലേക്ക് ദിവ്യകാരുണ്യത്തിന്റെ മുൻപിൽ നമ്മൾ കടന്നു വരികയാണ്. അല്പസമയം ലോകം മുഴുവന് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു നമ്മൾ. മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ സിസ്റ്ററുടെ ധ്യാന കേന്ദ്രം തൊഴുപാടം എന്ന ധ്യാന കേന്ദ്രത്തിലെ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പ് ശക്തമായൊരു ഗ്രൂപ്പാണ്. മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഏതൊരു ധ്യാന കേന്ദ്രത്തിൻ്റെയും ശക്തമായ അടിത്തറ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പാണ്. അത് അവർ എല്ലാ ദിവസവും പ്രഭാതം മുതൽ പ്രദോഷം വരെ അർദ്ധരാത്രി വരെ മധ്യസ്ഥ പ്രാർത്ഥന സ്തുതിപ്പുകളിലൂടെ സങ്കീർത്തന വായനയിലൂടെ എല്ലാം കടന്നു പോയാൽ പ്രിയപ്പെട്ടവരെ, ഈ സമയം നമ്മൾ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു എന്ന് കുറച്ച് സമയം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരുണയുടെ ജപമാലയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തിരുസഭയ്ക്ക് വേണ്ടി യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. തിരുസഭ അധികാരികൾക്ക് വേണ്ടി യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രാഷ്ട്രീയ അധികാരികൾക്ക് വേണ്ടി യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി
യേശുനാമത്തിൽ എല്ലാ പ്രാർത്ഥിക്കുന്നു. വൈദികർക്ക് വേണ്ടി, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ സന്യസ്തർക്ക് വേണ്ടി, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ സമർപ്പിതർക്ക് വേണ്ടി, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അൾത്താര ബാലന്മാർക്ക് വേണ്ടി, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ യുവതി യുവാക്കന്മാർക്ക് വേണ്ടി, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ബാലിക ബാലന്മാർക്ക് വേണ്ടി, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ജ്ഞാന കേന്ദ്രങ്ങൾക്ക് വേണ്ടി, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ജ്ഞാന ഗുരുക്കന്മാർക്ക് വേണ്ടി, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വചന പ്രഘോഷകർക്ക് വേണ്ടി, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ജ്ഞാന കേന്ദ്രത്തിലെ പ്രേക്ഷിതർക്ക് വേണ്ടി, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ജ്ഞാന ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടി, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൗൺസിലിംഗ് ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടി, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യൂട്യൂബ് ചാനലിന് വേണ്ടി, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷിത ടീമിന് വേണ്ടി, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഉപകാരികൾക്ക് വേണ്ടി, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ ആതുരാലയങ്ങൾക്ക് വേണ്ടി, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് ശുശ്രൂഷകർക്ക് വേണ്ടി, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സർവ്വ രോഗികൾക്ക് വേണ്ടി, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മരണാസന്നരായി കഴിയുന്നവർക്ക് വേണ്ടി, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ജയിലറകളിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സൈന്യം ഇപ്പോൾ രാജ്യത്തെ അവരുടെ എല്ലാ സങ്കടങ്ങളിലൂടെയും ഒറ്റപ്പെടലുകളുടെയും ഭാര്യ മക്കളെയൊക്കെ ഉപേക്ഷിച്ച് അതിർത്തിയിലെ ഈ രാജ്യം കാക്കുന്ന സൈനികർക്ക് വേണ്ടി, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ യുവതി യുവാക്കൾക്ക് വേണ്ടി, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ അധ്യാപകർക്ക് വേണ്ടി, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ കാത്തിരിക്കുന്നു ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്ലസ് ടു നഴ്സിംഗ് തുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് വേണ്ടി, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മാനസിക സമനില തെറ്റിയ മാനസിക രോഗികൾക്ക് വേണ്ടി, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മദ്യപാനം, മയക്കുമരുന്ന് തുടങ്ങിയതിലൂടെ പ്രിയപ്പെട്ടവരെ പല മക്കളെ കൗൺസിലിങ്ങിന് കൊണ്ടുവരുമ്പോൾ കാണാം 10ാം ക്ലാസ് പ്ലസ് 2 പഠിക്കുന്ന കുട്ടികള് ഈ പുകവലി മറ്റേ മദ്യമൊന്നും അവനില്ല, പക്ഷെ സിഗരറ്റ് വലിയിലൂടെ മറ്റേ ലഹരി വലിച്ച് കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, പഠിച്ചത് ഓർമ്മയിൽ കിട്ടുന്നില്ല, ഏകാഗ്രതയില്ല. മാതാപിതാക്കൾ നട്ടം തിരിഞ്ഞ് പല സ്ഥലങ്ങളിലേക്കും ഈ മക്കളെ കൊണ്ട് നടക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. നമ്മളെല്ലാം വൈദികരും സിസ്റ്റേഴ്സും കണ്ണു തുറക്കേണ്ട ഒരു കാലഘട്ടമാണിത്. മക്കളിലേക്കും കുടുംബ ബന്ധങ്ങൾ തകരുന്നു, ദാമ്പത്യ ബന്ധങ്ങൾ തകരുന്നു, കുടുംബ ജീവിതങ്ങളിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൂടെ ഡൈവേഴ്സിനെ കുടുംബ പ്രശ്നങ്ങളിലൂടെ നീങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപാട് നമ്മൾ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20-28 സിസ്റ്റർ പറഞ്ഞു. ഓരോ ആത്മാവിനെയും സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ആ ആത്മാക്കളെ രക്ഷിക്കലാണ് അതിൻ്റെ ഉപകരണങ്ങളാണ് നമ്മളെല്ലാവരും. അതിനാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ 3 ചോദ്യങ്ങൾ നമുക്ക് നമ്മോട് തന്നെ ദിവസവും നമ്മൾ ചോദിക്കണം. ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ എങ്ങോട്ട് പോകുന്നു, ഇപ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നു, എൻ്റെ അവസ്ഥ എന്താണ്, നമ്മളെ എന്തിനാണ് ദൈവം അയച്ചത്, ദൈവം അയച്ചത് എന്തിനാണെന്ന് യേശു ക്രിസ്തുവിനെ നല്ല ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് ആ ആഴമായ ബോധ്യത്തിന് അതിൽ വിശ്വസിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി നമ്മളെ രക്ഷിച്ചു. ഇനി ഭൂമിയിലേക്ക് അയക്കപ്പെട്ട ഒരാത്മാവ് പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഈ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് നീങ്ങേണ്ടതാണ്. അതുപോലെയാണ് നമ്മൾ കൗൺസിലിങ്ങിലാണ് ഇതെല്ലാം വെളിപ്പെട്ട് കിട്ടുന്നത്. എല്ലാ മക്കളും പ്രാർത്ഥനയിൽ ഒരുപാട് പ്രാർത്ഥിക്കണം. വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് ദൈവപിതാവിനെ നിങ്ങളെ സംബന്ധിച്ച ഹിതം. പ്രിയപ്പെട്ടവർ, ഈ ഒരു കാര്യത്തിന് നമുക്ക് ഒരു വീഴ്ചയും വരാൻ പാടില്ല. അതുപോലെ എല്ലാ ഭീകരവാദികളെ നിരീശ്വരവാദികളായ മക്കൾക്ക് വേണ്ടി യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യുദ്ധത്തിന്റെ ഭയത്തോടെ കഴിയുന്ന മക്കൾക്ക് വേണ്ടി യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യുദ്ധത്തിന്റെ അവസാനം അതിന്റെ എല്ലാത്തിന്റെയും പാവപ്പെട്ട സാധാരണ മക്കളാണ് യുദ്ധക്കെടുതികളുടെ എല്ലാം അവര് അനുഭവിക്കുന്നത്. ആ മക്കളാണ് ഒന്നുമില്ലാത്ത അവസ്ഥ. അപ്പൊ യുദ്ധം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് ഭീകരത. അങ്ങനെ ഭക്ഷണം, വീട്, പാർപ്പിടം ഒന്നുമില്ലാതെ ഇന്നും പീഡനമേറ്റി കഴിയുന്ന എല്ലാ മക്കൾക്കും
മക്കൾക്കും വേണ്ടി യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വീടും ഉറ്റവരെയും ഉടയവരെയും വിട്ട് യേശുവിന് വേണ്ടി വിദൂരങ്ങളിൽ പോയി സേവനം ചെയ്യുന്ന എല്ലാ മിഷണറിമാർക്കും വേണ്ടി യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അറിയാതെയും രക്തസാക്ഷികളായി പോകുന്ന മക്കൾക്ക് വേണ്ടി യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മനുഷ്യ മക്കൾക്ക് യാതൊരു യേശു ക്രിസ്തു പറയുകയാണ് യോഹന്നാൻ 10:10 ഞാൻ ജീവൻ ഉണ്ടാകാൻ വന്നു, ആ ജീവൻ സമൃദ്ധമായിട്ടുണ്ടാകുവാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാണ്, ഞാൻ നല്ല വാതിലാണ്. ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നു. ചെന്നായ്ക്കൾ വരുന്നത് കാണുമ്പോൾ ഇടയൻ ഓടിപ്പോകാതെ അവരെ സംരക്ഷിക്കുന്നു. ഇടയന്റെ സ്വരം ചൂളവിളി പോലും ആടുകൾ മനസ്സിലാക്കി ഈ ഇടയനെ അവർ അനുഗമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ അവസ്ഥ, പ്രത്യേകിച്ച് കേരളത്തിന്റെ അവസ്ഥ വലിയ കഷ്ടത്തിലൂടെയാണ് നീങ്ങുന്നത്. വിശ്വാസക്കുറവ്, വിശ്വാസമില്ല, ആത്മീയ ശുഷ്കത, കുടുംബ പ്രാർത്ഥന, ജപമാല, കുംഭസാരം, അങ്ങനെയുള്ള കൗതാശിക ജീവിതത്തിന് യാതൊരു പ്രാധാന്യം കൊടുക്കാതെയുള്ള ജീവിതം. അതിനൊന്നും ഒരു അർത്ഥമില്ല, അതെന്താണെന്ന് അറിയുകയില്ല. അങ്ങനെ ഒരു കൂട്ടര് ഇതിൽ യാതൊരു അർത്ഥം, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യം? സ്വർഗവും നരകവും ശുദ്ധ്യാനുസരവും എല്ലാം ഭൂമിയിൽ തന്നെയാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു കൂട്ടര്, രക്തക്കണ്ണീരൊഴുക്കി ഇന്നും ഓടി നടക്കുന്ന ഒരാളാണ് പരിശുദ്ധ അമ്മ. അമ്മേ എന്ന് വിളിച്ചുകൊണ്ട്, അമ്മയുടെ കര പിടിച്ചുകൊണ്ട്, അമ്മയുടെ പുറകെ നമുക്ക് ഓടാൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സമയം ലോകം മുഴുവന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, ഈ ദേശത്തിന് വേണ്ടി, എന്നെ പറിച്ചു നട്ടാൽ ഇടവഴിക്ക് വേണ്ടി എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് സിസ്റ്ററുടെ എല്ലാ ധ്യാന ശുശ്രൂഷകള്, തൊഴുപ്പാടം ധ്യാന കേന്ദ്രത്തിലെ ഇന്ന് വരെ ധ്യാനിച്ചു പോയ സർവ്വ മക്കള്, ഇനി ധ്യാനം അവസാന വ്യാഴം വെള്ളി ശനിയാണ് നമ്മുടെ ധ്യാനം, അതിനായി ബുക്ക് ചെയ്തിരിക്കുന്ന മക്കൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കാർമൽ റൂഹ പ്രേക്ഷിതരെ മുഴുവനായിട്ട് സമർപ്പിക്കുന്നു. ഇപ്പോൾ സിസ്റ്ററിനോട് കൂടിയായിരിക്കുന്ന കൃപാമരിയ, പുഷ്പം പൗലോസ് സിസ്റ്ററിന്റെ മുന്നിൽ നിൽക്കുന്ന അനേകം മക്കളെ ഇപ്പോൾ സമർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മാസം മരിച്ചുപോയ ആത്മാക്കൾ, ശുദ്ധിയാനുസരത്തിലെ ആത്മാക്കൾ, ഒരുപാട് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന ആത്മാക്കൾ, മരണത്തോട് മല്ലടിച്ച് കഴിയുന്ന ആത്മാക്കൾ, അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, നമ്മളാണ് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെയുള്ള അവസരത്തിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും, ഇതിൽ പേരുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നവരെ, ഇതിലിപ്പോൾ നിയോഗം എഴുതിക്കൊണ്ടിരുന്ന പല സ്ഥലങ്ങളിലെ വിദൂരത്തിൽ ലോകം മുഴുവനിരുന്ന് പ്രാർത്ഥിക്കുന്ന, ഇപ്പോൾ ഇന്ന് സിസ്റ്റർ അമല എന്ന ഹോസ്പിറ്റലിൽ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ച വശം സിസ്റ്ററുടെ കുരിശ് കൊടുത്ത് ഓടുകയായിരുന്നു സിസ്റ്റർ. അങ്ങനെ ഒരു പ്രചോദനം ഈ നാളുകളിലുണ്ട്. അങ്ങനെ ഓടി അവിടെ ചെന്നു. എല്ലാവരും പറഞ്ഞു അതിൻ്റെ ഉള്ളിലേക്ക് സിസ്റ്ററിനെ കടത്തില്ല, കാരണം ഇത് ICU CC എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഇതാണ്. അപ്പം ഞാൻ ചെല്ലിക്കൂടെ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മിക്ക സ്റ്റാഫ്മാരും സിസ്റ്ററിനെ കണ്ടപ്പോൾ, ഇത് യൂട്യൂബിലെ സിസ്റ്റർ അല്ലേ, വചനം പറയുന്ന സിസ്റ്റർ അല്ലേ, സിസ്റ്റർ ഞാൻ ചെല്ലുന്നത് ഒരു പേഷ്യൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. പക്ഷെ അവിടെയുള്ള സ്റ്റാഫ് നേഴ്സസും എല്ലാവരും ഓടി വന്ന് ഇത് യൂട്യൂബിലെ സിസ്റ്റർ അല്ലേ, വചനം പറയുന്ന സിസ്റ്റർ അല്ലേ, ഞങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് പേഷ്യൻ്റെ അടുത്തേക്ക് പോവാതെ ഈ സ്റ്റാഫ് നേഴ്സ് അല്ല. അപ്പോൾ സിസ്റ്ററിന് എത്ര പെട്ടെന്നാണ് ആ ഡോറൊക്കെ തുറന്ന് ഉള്ളിൽ കിടന്നത്. എന്ന് വെച്ചാൽ വചനത്തെ അത്രയ്ക്ക് സ്നേഹിക്കുന്ന മക്കൾ ഉണ്ട്. പക്ഷെ വചനം സ്നേഹിച്ചു, വചനം പാലിച്ചു. വെളിപാട് 1:3 ദൈവവചനം ശ്രവിക്കുകയും വായിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടും, ഭാഗ്യവാന്മാർ. അതുകൊണ്ട് എഴുതുക, സിസ്റ്ററിന്റെ വചനം ഞങ്ങളൊക്കെ എഴുതുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, സ്ഥിരം കാണുന്നവരാണ് എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിലും വിശുദ്ധി വന്ന് നിറയട്ടെ. വിശുദ്ധിയുടെ മേലങ്കി കൊണ്ട് നമുക്ക് ഇപ്പോൾ വിശുദ്ധിയുടെ മേലങ്കി ധരിച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഈ സമയം തിരു രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത ഈശോയ്ക്ക് ഒരു ആരാധന പറഞ്ഞുകൊണ്ട് കരുണ ജമാലേക്ക് വിളിക്കും. ഈശോയുടെ മുൾക്കിരീടത്തിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്ന തിരു രക്തമേ ആരാധന. ഈശോയുടെ തൃക്കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തമേ ആരാധന. ഈശോയുടെ മൂക്കിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തമേ ആരാധന. ഈശോയുടെ വായിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തമേ ആരാധന. ഈശോയുടെ ഇരു ചെവികളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തമേ ആരാധന. ആരാലും അറിയപ്പെടാതെ ഈശോയുടെ തിരുത്തോളിൽ അജ്ഞാതമായ ആഴമായ മുറിവുകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തമേ ആരാധന. തിരുവിലാവിൽ നിന്ന്
ആരാധന തൃപ്പാദങ്ങൾ ചേർത്ത് വെച്ച് ആണിയടിച്ച് അവിടെ നിന്നും ഒഴുകി ഇറങ്ങുന്ന തിരു രക്തമേ ആരാധന ദേഹമാസകലം വ്രണമാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ മടിയിൽ പിയാത്ത വ്യാകുല മാതാവായിട്ട് മാതാലി മാറ്റി മകനെ കിടത്തിയ നമ്മുടെ പരിശുദ്ധ അമ്മയോട് ഈ പിയാത്ത സാഹചര്യത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് ആരാധന യേശുവേ യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ 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 കരുണ കൊണ്ട് ചൊല്ലിക്കൊണ്ട് ലോകം മുഴുവനും സമാധാനം നിറയുവാൻ എൻ്റെ ഉള്ളിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ ആശ്രമത്തിലും ഈ ദേശം മുഴുവനും സമാധാനം കർത്താവ് നൽകിയ സമാധാനം. കർത്താവ് മത്തായി 5:13 ഭൂമിയുടെ ഉപ്പാകുന്നു, നീ ലോകത്തിന്റെ പ്രകാശമാകുന്നു. നിയമജ്ഞൻ ചോദിച്ചു ലൂക്കാ 10 ആരാണ് നല്ല അയൽക്കാരൻ? യേശു പറഞ്ഞു ആ സമരക്കാരൻ ചെയ്തു പോലെ നീയും അതുപോലെ പോയി ചെയ്യുക, അവനാണ് അയൽക്കാരൻ. 10 കുഷ്ഠരോഗികളിൽ ഒരാൾ മാത്രം നന്ദി പറയാൻ വന്നു. അതുകൊണ്ട് ക്രിസ്ത്യാനി നീ നന്ദി പറയുന്നവനാകുക, അവനാണ് ക്രിസ്ത്യാനി. ഭൂമിയുടെ ഉപ്പാണ് ക്രിസ്ത്യാനി, ലോകത്തിന്റെ പ്രകാശമാണ് ക്രിസ്ത്യാനി, നല്ല സമരക്കാരനാണ് ക്രിസ്ത്യാനി. ആ കുഷ്ഠരോഗി വന്ന പോലെ നന്ദി പറയുന്നവനാണ് ക്രിസ്ത്യാനി. പ്രിയപ്പെട്ടവരെ, ഈ സമയം കരുണക്കൊണ്ടയിലൂടെ സമാധാനം നിറയുവാൻ എന്നിലും കണ്ടുമുട്ടുന്ന എല്ലാവരിലും ലോകം മുഴുവനിലും കുടുംബത്തും എല്ലാവരും പരസ്പരം ചിരിക്കുന്നുണ്ടെങ്കിലും നല്ല വസ്ത്രം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിലും ഉള്ളിലും കുടുംബത്തിന്റെ ഉള്ളിലും ആശ്രമത്തിന്റെ ഉള്ളിലും അല്ലെങ്കിൽ ആ വ്യക്തികളുടെ ഉള്ളിലെ സമാധാനമില്ല. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. മത്തായി 5. പക്ഷെ ഇന്ന് അതില്ല. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും, കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും, ഉറപ്പാണത് കാണും. നമുക്ക് കരുണ കൊന്തയ്ക്ക് ജപമാലക്കരങ്ങളിൽ എടുത്തുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദേവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച്
പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പിതാവേ ഞങ്ങളുടെ പാപങ്ങൾക്ക് ലോകം മുഴുവനുള്ള പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ ഏറ്റവും വത്സരസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ മായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹന ത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവനെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ തിരുവത്സരസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ
തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി ഞങ്ങളുടെ ചുമത്സവും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. യേശുവേ, നന്ദി നന്ദി. ആരാധന 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 ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ നന്ദി. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. വെളിപാട് 4:8.